ഇവിടെയൊക്കെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് അല്ലെങ്കിൽ ഏജൻസി ഒക്കെ പറയുന്നത് 3 months 4 months ഹസ്ബൻഡിനെ കൊണ്ടുവരാം. പക്ഷെ അവർ ഒരിക്കലും പറയത്തില്ല നിങ്ങൾക്ക് അവിടെ ചെന്നൊരു പാർട്ട് ടൈം കിട്ടിയാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ പാർട്ട് ക്യാമറമാനോടൊപ്പം സുരേഷ് മനു. വെൽക്കം ബാക്ക് മനു. വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മൾ എന്താ പരിപാടി? മനുവിന്റെ സ്പെഷ്യൽ ബീഫ് റിബ്, പോർക്ക് റിബ് ആണോ? പോർക്ക് റിബും പിന്നെ എന്തിനാണ് നീ കട്ട് ചെയ്ത പീസും, നീ ഇവ ഉണ്ടോ കട്ട് ചെയ്ത പീസ് കുറച്ച് വാങ്ങി, എന്നിട്ട് റിബും വാങ്ങി, പിന്നെ റിബ് എന്നിട്ട് കട്ട് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ സമയം നമുക്ക് എത്ര മണിയെ കാണും? ഇപ്പൊ ഏകദേശം എത്ര മണിയാടാ? നമുക്ക് രാവിലെയാണോ കഴിക്കേണ്ടത്, ഇപ്പൊ തന്നെ കഴിക്കണം എന്ന് നമ്മൾ നോക്കണം. ഞാൻ ഇതൊക്കെ അരിഞ്ഞു വന്ന് ഇതൊക്കെ പെരട്ടി വരാൻ നേരത്തെ എത്ര നേരം എടുക്കും അറിയാമോ? അതെ, അതും ശരിയാ. അതെ, പുതിയ ആളുണ്ടെന്ന് ഇവിടെ. ഇൻട്രൊഡ്യൂസ് സിദ്ധാർത്ഥ്, നാട്ടില് എറണാകുളം, ഇവിടെ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കണം. അത് കൊള്ളാം കേട്ടോ, ഇവിടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കണത്. ഇത് കാണത്തക്ക രീതി വെക്കായിരുന്നു. അത് കാണണമെങ്കിൽ വെള്ളം ഒഴിക്കണം. ഞാനിപ്പോ ഓൾമോസ്റ്റ് 3 കൊല്ലം. എന്താ എക്സ്പീരിയൻസ്? എന്താണ് ജർമ്മനി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? നല്ലൊരു പണിയും സമയം ഉണ്ടെങ്കിൽ കറങ്ങാൻ അടി. എന്താ നല്ല പണിയെന്ന് ഉദ്ദേശിച്ചത്? എന്ത് പണിയാണ് ഇവിടെ നല്ല? ഡെസ്ക് ജോബ്, വൈറ്റ് കോളർ ജോബാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ മാസാവസാനം അക്കൗണ്ടിൽ വെച്ച് നല്ലൊരു പൈസ ബാലൻസ് ഉണ്ടെങ്കിൽ. എത്രയാണ് നിന്റെ നല്ലൊരു പൈസ? ബെർലിനിലാണെങ്കിൽ 4000 യൂറോ ഒക്കെ ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. എന്റെ കാഴ്ചപ്പാട്. എനിക്ക് ജീവിച്ചുവാണെങ്കിൽ ഒരു മിനിമം 4000 അല്ലേ? കുഴപ്പമൊന്നുമില്ല. അതെ, 4000 യൂറോ നിനക്ക് ശമ്പളമായിട്ടുണ്ടായി കിട്ടുന്നത് 2700 യൂറോ ആയിരിക്കും. അതല്ല, അങ്ങനെയല്ല പറഞ്ഞു, കൈ കിട്ടണായിട്ട് പറഞ്ഞു. കയ്യില് പോയി, അപ്പൊ പിന്നെ കൂടി അതാ അങ്ങനെ ഒരു റേഞ്ചിൽ നമ്മൾ നിക്കണല്ലോ. പാർട്ട് ടൈം മിനിമം എത്രയാ? ഒരു 1000 ഒരു ചെറിയ ഗ്യാപ്പ്. ഇല്ല, അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ അതെ, ഇനി മുറിക്കുന്ന സമയത്ത് ഇവിടെ വൈൻ ഒഴിച്ച് വെള്ളം കളയണം. കുറച്ച് വെള്ളം കഴിഞ്ഞ് നമ്മള് വൈൻ ഒഴിച്ചൊന്ന് സെറ്റ് ആക്കിയിട്ട് കഴിഞ്ഞ് അങ്ങനെ നമ്മള് വാങ്ങിച്ചൊരു കൂടുണ്ടോ? കളയില്ലടോ, തെണ്ടി. റിബിലാണ് ടേസ്റ്റ്, അതിന് വേണ്ടിട്ടാണ് ഞാൻ അതവിടെ വെച്ചത്. അതൊരു കാര്യം ചെയ്യും, അത് കഴിക്കുകയല്ല, അതിൽ നിന്ന് ഊറ്റി നമ്മള് നെയ്യ് എടുക്കുക. ആദ്യം വറക്കും. പന്നി നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് റിബ്, മറ്റേ പീസ്. അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈൻ ഒഴിക്കുക. വീനോ ടിന്റോ, ഏറ്റവും ചീപ്പസ്റ്റ് വൈനാണ് വീനോ ടിന്റോ. എടാ സ്പാനിയനാന്ന് തോന്നണു, അറിയത്തില്ല. സ്പാനിയനാണ്. തൽക്കാലം നമ്മൾ വൈൻ ഒഴിച്ച് മീറ്റ് ടെൻഡർ ആക്കുന്നു. നല്ല ഇതൊക്കെ ശരിയാണോ? ടെൻഡർ അല്ലടാ, ടെൻഡർ. നിനക്ക് അളവുണ്ടേ? അതല്ല, 2 അടപ്പ വെച്ചത് ഞാൻ അടുത്ത് കുടിക്കില്ല. ഇനി നമുക്ക് ഈ വൈൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നാട്ടിലെന്തായിരുന്നു പണി? എങ്ങനെയുണ്ട്? കൊള്ളൂല. പിന്നെ €1.99 നമുക്ക് കിട്ടാൻ പോയില്ല നല്ല വൈൻ. പക്ഷെ മീറ്റിന് ഇത് മതി. പിന്നെന്താ പണി? നീ ആ റിബ് പോർക്ക് ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി തന്നു കഴിഞ്ഞാൽ അതിലും കുറച്ച് വൈൻ ഇട്ടിട്ട് നമുക്ക് എന്റെ മസാല പരിപാടി കൂട്ടി. എന്റെ റിബ് എവിടെ? റിബ് ധരിക്കുന്നു. അത് ഇങ്ങോട്ട് ഇട്. അത് ഇടാ, അത് ഇതിന് കട്ട് ചെയ്യണ്ടേ? കട്ടി. സ്പെഷ്യൽ ഗസ്റ്റ്സ് വരുന്നുണ്ട്. നമുക്ക് റിയാക്ഷൻ ഇപ്പൊ കാണാം. ഹായ്, ഹലോ ഗൈസ്. പിള്ളേരെ സുരേഷ്, നീ മലബാറിലൂടെ
പറഞ്ഞില്ലേ കറക്റ്റ് വന്നിട്ടാ മൈക്കിന്. എന്തിനൊന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു മിനി ജോബ് കിട്ടി. ഒരു മൂന്ന് പേർക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിട്ടേ. ക്യാമറ കണ്ടില്ലല്ലേ? ഞങ്ങള് വെച്ച് നീ വന്നതും ക്യാമറയ്ക്ക് നോക്കുന്ന വെച്ചത്. ഞാൻ കണ്ടേ ഇല്ല. ഞാൻ പില്ലേഴ്സ് വരെ നിൽക്കുക, ലൈറ്റ് ഒക്കെ ഒപ്പിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്തോ പ്രാങ്ക് ഒപ്പിക്കുന്നുണ്ട്. അത് ഞാൻ എനിക്ക് കുറച്ച് പേടിയുണ്ട് ഇങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോ ഞാൻ സ്വന്തമായിട്ട് പാട്ടൊക്കെ പാടിക്കൊണ്ട് വരുന്നത്. ഞങ്ങള് വെച്ചത് ക്യാമറ ഫസ്റ്റ് തന്നെ വെച്ചു. എന്താ വെച്ചോ മനു ഇങ്ങനെ നിക്കല്ലേ, അവന് ഇവിടുന്ന് മനുവിനെ നോക്കിയേ. അതാണ് ഉണ്ടായത്. ആദ്യം പ്ലാൻ ചെയ്ത് നീ കയറി വരുന്നു, പെട്ടെന്ന് ക്യാമറ ഓൺ ആയി. അപ്പൊ നീ എന്തൊരു ചെയ്യണ്ടെന്ന് അത് കറക്റ്റ് ഫ്ലോ ആയിരുന്നു. അവസാനം നോക്ക് ആ എക്സ്പ്രഷൻ ആയിരിക്കും അടിപൊളി. ഈ മണ്ടന്മാരെ കൂടെ കൂടല്ലേ അത് കണ്ടായിരുന്നു കേട്ടോ. അത് ചീത്തയായി പോയി. സൗണ്ട് കേട്ടിട്ട് ഈ കട്ടിങ് പഠിക്കുമ്പോൾ. കറക്റ്റ് അവിടെ തന്നെ. അല്ല സുസ്മി, എന്റെ പാർട്ട് ടൈം നിർത്തിയ KFC-യിലെ? നീ ഇങ്ങനെ ചോദിക്കേണ്ടി വരണ്ട, അവിടെ നോർമലി പറഞ്ഞു പോയായിരുന്നു. സുസ്മിയുടെ കഥ പറ. എങ്ങനെയാണ് ജർമ്മനിയിൽ എത്തിയത്? ഇങ്ങനെ പാർട്ട് ടൈം ഫസ്റ്റ് കണ്ടുപിടിച്ചു. അതിലാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ MBA ജോയിൻ ചെയ്താണ് ജർമ്മനിയിൽ എത്തിയത്. നാട്ടിൽ ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തോണ്ടിരുന്നായിരുന്നു. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഓക്കെ, ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് ജർമ്മനി വരാമെന്ന് ചോദിച്ചു? കാരണം നമുക്കറിയാലോ വള്ളിയാണ് ജർമ്മനി ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഈ പെട്ടെന്ന് വരാൻ പറ്റും ജർമ്മനിയിലോട്ട്. പക്ഷേ ലാംഗ്വേജ് അത് വേൾഡ്സിൽ ഏറ്റവും ടഫസ്റ്റ് കാര്യങ്ങളിൽ ഒന്നാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ടും നമ്മൾ ആ ഒരു കേസിൽ നമുക്കറിയാലോ, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ പോയിട്ട് പഠിക്കാം എന്നുള്ളൊരു തോട്ടിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വന്നാലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല. പക്ഷെ എൻ്റെ ഒരു തോട്ട് പറഞ്ഞോട്ടെ, ഇപ്പോൾ സമയം കിട്ടുന്നില്ല എന്നുള്ളതല്ല, സമയം ഉണ്ടാക്കുന്നില്ല. അതാണ് മെയിൻ കാര്യം. പഠിക്കാം. ഞാൻ പഠിച്ചല്ലോ, നമുക്ക് ഇവിടെ സമയമുള്ള. നല്ല മോട്ടിവേറ്റഡ് ആയിരിക്കണം. അതെ. ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കണം. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിൽ നമുക്ക് റെന്റ് കൊടുക്കണ്ട, ഹൗസ് റെന്റ് കൊടുക്കണ്ട, പിന്നെ ഫുഡിന് നമ്മൾ ഒന്നും ഉണ്ടാക്കണ്ട. ഒന്നുമില്ലാന്നുണ്ടെങ്കിലും വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കല്ലോ. പിന്നെ ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അമ്മയെ ചോറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ സോക്സ് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ തപ്പിയെടുക്കാൻ തന്നെ ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ വന്ന അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഇരുന്ന് പഠിക്കാത്തവര് എങ്ങനെ ഇവിടെ വന്നിട്ട് പഠിക്കും? അതാണ് ചിന്തിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോഴായിരിക്കും ചിലപ്പം ഇതിന് മുന്നേ നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഇത്രയും ഹ്യൂജ് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ച് ലൈക്ക് ഫസ്റ്റ് റാങ്ക് ഒന്നും മേടിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവിടെ സർവൈവ് ചെയ്യണ്ടേ. തിരിച്ച് നാട്ടിലേക്ക് പോകാന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്താൻ പാടില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിനും നമ്മളിവിടെ വരുമ്പോൾ ആദ്യം പാർട്ട് ടൈം നോക്കും. എൻ്റെ കേസ് നീ എൻ്റെ പെർസ്പെക്റ്റീവിലല്ല ചോദിച്ചത്, ഞാൻ പറയാം കറക്റ്റായിട്ട്. ഞാൻ മാരീഡ് ആണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ സ്പൗസ് വിസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മിനിമം ഒരു 3-4 മന്ത്സിൻ്റെ പേ സ്ലിപ്പൊക്കെ കാണിച്ച്, പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സ്റ്റഡീസിന് ഇത്ര ഡ്യൂറേഷനും കൂടെ ബാക്കിയുണ്ട്. അങ്ങനെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട് സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ കാണും നീ സ്ക്രീനിൽ അപ്പൊ അങ്ങനത്തെ കുറച്ച് കേസസ് ഉള്ളത് കൊണ്ട് എനിക്ക് വന്ന ഉടനെ ഒരു എൻ്റെ എക്സ്പെൻസസിന് വേണ്ടി ഒരു പാർട്ട് ടൈം എന്നതിനേക്കാളും ഉപരി എനിക്ക് ഇങ്ങനത്തെ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരണം എന്നുള്ളൊരു റീസൺ കാരണം അല്ലല്ല അങ്ങനൊന്നുമില്ല. നമുക്ക് കൊണ്ടുവരണല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചെടുത്ത ഡിസിഷനാണ്. ആദ്യമൊക്കെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പേര് അല്ലെങ്കിൽ ഏജൻസി ഒക്കെ പറയുന്നത് 3 months 4 months ഹസ്ബൻഡിനെ കൊണ്ടുവരാം. പക്ഷെ അവരൊരിക്കലും പറയത്തില്ല നിങ്ങൾക്ക് അവിടെ ചെന്നൊരു പാർട്ട് ടൈം കിട്ടിയാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ പാർട്ട് ടൈം എന്ത് ബുദ്ധിമുട്ടായിരിക്കും ആദ്യം കണ്ടുപിടിക്കാൻ. അപ്പൊ അങ്ങനത്തെ ചില ഏജൻസീസ് സപ്പോർട്ട് ചെയ്യും. അതും 10,000-40,000 രൂപ കൊടുത്തല്ലേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മള് ഇപ്പം സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പം
സ്പൗസിനെ കൊണ്ടുവരുന്നതിന് സെപ്പറേറ്റ് സർവീസാണ്. അപ്പോൾ അതിനുവേണ്ടി വേറെ പൈസ ഇറക്കണം. എത്ര ചെലവൊന്നും സ്പൗസിനെ കൊണ്ടുവരാൻ? 40,000 എക്സ്പെൻസ് ഏജൻസി സർവീസിന് വേണ്ടി തന്നെ കൊടുക്കേണ്ടി വന്നു. പിന്നെ 10 lakhs ബ്ലോക്ക് അക്കൗണ്ട് കാണിക്കണ്ടേ? 10 lakhs അഡീഷണൽ. പിന്നെ സുസ്മിക്ക് വരാനായിട്ട് ഒരു 10 lakhs ബ്ലോക്ക് അക്കൗണ്ട് കാണിച്ചു. പിന്നെ ഒരു ഓൾമോസ്റ്റ് 12 lakhs. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് പിന്നെ ലോണോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ സേവിങ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിലും വലിയ പ്രശ്നമായിരുന്നു ഇവിടെ വന്നിട്ടൊരു പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് അതിന്റെ പേ സ്ലിപ്പ് കൊടുക്കുക. പിന്നെ ഇപ്പം ഇപ്പോഴത്തെ സ്പൗസസൊക്കെ നമുക്ക് ഇനിയും സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ മിനിമം ഒരു 7-8 months എങ്കിലും നമ്മുടെ സ്റ്റഡീസ് ബാക്കിയുണ്ടെങ്കിൽ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പം നമുക്ക് ടെൻഷനാണ്. നമ്മളൊരു ടൈം അനുസരിച്ച് ഒരു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പേപ്പേഴ്സ് ശരിയായില്ലെങ്കിൽ പിന്നെ അത് അടുത്ത പ്രശ്നമായി മാറും. പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടുത്ത കോഴ്സ് എടുക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ റിസ്കിലേക്ക് ഒന്ന് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ഏകദേശം ആദ്യത്തെ പ്രശ്നം എനിക്ക് പാസ്പോർട്ടും ഇഷ്യൂസ് എത്തി. ആദ്യം ഞാൻ മ്യൂണിക്കിലായിരുന്നു വന്നത്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ മ്യൂണിക്കിലുണ്ട്. അപ്പം അവിടുന്ന് ഒരു 1 week കഴിഞ്ഞാണ് ഞാൻ ബെർലിനിൽ വരുന്നത്. ബെർലിനിൽ വന്ന് ഞാനന്ന് സെറ്റിലായി. ഒരു 2-3 daysനുള്ളിൽ തന്നെ ഞാനൊരു വലിയ തെഫ്റ്റിൻ്റെ പാർട്ടായി. എൻ്റെ ഒരു ഫുൾ ബാഗ്, എൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഫുൾ പോയി. അതിൻ്റെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു, നാട്ടിലെ ID cards ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് പൈസ ഇൻ ഹാൻഡ് കൊണ്ടുവന്ന കുറച്ച് യൂറോസ് ഉണ്ടായിരുന്നു, ഒരു 300 euros ഉണ്ടായിരുന്നു. അതെല്ലാം കട്ടുപോയി. എല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് ഒരാൾ പുതിയ ജീവിതത്തേക്ക് കിടക്കാന്ന് പറയുന്നത് പോലെ ക്ലീൻ. ഒരു ഡോക്യുമെന്റ്സും ഇല്ല, വേറൊരു രാജ്യം, അറിയത്തില്ലാത്ത കുറെ ആൾക്കാർ ചുറ്റും. അന്ന് നിങ്ങളൊന്നുമില്ല, ഫ്രണ്ട്സും ഇല്ല, ആരും ഇല്ല, അറിയാവുന്ന ഒരാളൊന്നും വീണിക്കില്ല. പിന്നെ ബെർലിനിലെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ ഉണ്ട്. അല്ലാതെ കുറച്ച് ജസ്റ്റ് വന്നപ്പോൾ പരിചയപ്പെട്ട കുറച്ച് പേരുണ്ട്. അപ്പം പിന്നെ ആ ഒരു ഓണം പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് വെച്ചായിരുന്നു പോയത്. അന്ന് ഞാൻ ഒരു മലയാളി കുട്ടീനെ പരിചയപ്പെട്ടായിരുന്നു, ഗോപിക എന്നുള്ള പേര്. അവളുടെ ഹെൽപ്പോടുകൂടി ഞാൻ പോലീസ് കേസ് പോയത് കിട്ടിയോ? പോയത് പിന്നെ കുറെ പ്രോസസ്സിലൂടെ കിട്ടി. ഒരു 1.5 months കിട്ടിയോ? ഇല്ല കിട്ടിയില്ല. പോയത് തിരിച്ചു കിട്ടിയില്ല. പാസ്പോർട്ടൊക്കെ റീഅപ്ലൈ ചെയ്ത് കിട്ടാൻ വേണ്ടി. അപ്പം അതിനുവേണ്ടി തന്നെ ഞാനൊരു 1.5 months വന്നു കഴിഞ്ഞ ഉടനെ അതിൻ്റെ പുറകെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും രജിസ്ട്രേഷൻസും കാര്യങ്ങളും എൻ്റെ പേപ്പർ വർക്ക്സും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു 3 മാസമായി. അപ്പം ആ 3 മാസം ആയപ്പോൾ തന്നെ എനിക്ക് പേപ്പേഴ്സ് എല്ലാം കൈ കിട്ടിയപ്പോൾ തന്നെ പിന്നെ ഞാൻ സഡൻലി എനിക്ക് പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി തപ്പി. എനിക്ക് പെട്ടെന്നൊരു അപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച്. കാരണം ബ്രേക്കിന് സുസ്മിനാണല്ല. അപ്പൊ പിന്നെ ബ്രേക്ക് കഴിയുമ്പോൾ കത്ത് സുസ്മി എത്തും. അപ്പൊ ഞാൻ ചോദിച്ചു സുസ്മി അങ്ങോട്ട് പോയേ. ഞാൻ പാർട്ട് ടൈം തപ്പാൻ പോയതാ. 1 മണിക്കൂർ ഗ്യാപ്പ് കിട്ടിയപ്പോ 1 മണിക്കൂറിൽ പോയി പാർട്ട് ടൈം തപ്പിട്ട് തിരിച്ചു വരാം. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ കുറച്ച് മൈൻഡുള്ള ആളാണ്, ഒപ്പം നിർത്താം. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി. എന്നിട്ട് KFCയുടെ ഒക്കെ ആ ഒരു ചെക്ക് പോയിന്റ് ചാർലി ഏരിയയിൽ പോയപ്പോഴത്തേക്കിനും ഞങ്ങള് റാൻഡംലി KFC കയറി. ഒന്നിച്ചിറങ്ങിയതല്ല, നമ്മള് ചെക്ക് പോയിന്റ് ചാർലിയിൽ അവിടെ എടുക്കുന്നുണ്ട് എന്നൊരു നമ്മൾ ന്യൂസ് കേട്ടു. നോയിഡ് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ചെക്ക് പോയിന്റ് ചാർലിക്ക് വന്നു, സുസ്മി അങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് KFC നമ്മള് മെക്ഡി പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇവിടെ ഇപ്പൊ എടുക്കുന്നില്ല. അതെ, അപ്പൊ നമ്മള് മെക്ഡി പോയി ചോദിച്ചപ്പോ മെക്ഡിയിൽ അവര് പറഞ്ഞു ഓൺലൈൻ അപ്ലൈ ചെയ്തോന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അതിന്റെ സുസ്മി എന്നാ നമുക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, നീ KFCയിലും കൂടെ ഒന്ന് കയറി ചോദിക്കുന്നു പറഞ്ഞു. ഞാൻ അവിടെ കയറി ചോദിച്ചു. അതെ, അപ്പൊ സുസ്മി അതേപോലെ തിരിച്ചു വന്നു. അതിലെ ഒരു മലയാളി കുട്ടി അതിന്റെ അകത്തുണ്ട് സ്പോട്ട് ചെയ്തിട്ട്, നീ ചുമ്മാ അവളോട് പോയി മിണ്ട്, എന്നിട്ട് അവളോട് സംസാരിക്കുക. അങ്ങനെ ഞാൻ തിരിച്ച് അവളുടെ അടുത്ത് പോയി സംസാരിച്ചു. അപ്പൊ അവള് നമ്പറൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. 2 weeks 3 weeks ആയി. അല്ല 2 weeks ആയുള്ളൂ. 2 weeksനുള്ളിൽ തന്നെ അവളെന്നെ തിരിച്ച് കോൾ ബാക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു വേക്കൻസി ഇപ്പം വന്നിട്ടുണ്ട്, ചേച്ചിക്ക് വേണേ ട്രയൽ ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ട്രയലിന് പോയി ജോലി കിട്ടി. അടിപൊളി. പിന്നെ ഒരു ലൈഫായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വന്നപ്പോ പാർട്ട് ടൈം ഉണ്ടായിരുന്നു, മിനി ജോബ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എത്ര എൻ ജി ഉണ്ടായിരുന്നു? ഞാൻ അറൌണ്ട് 1500 എൻ ജി ചെയ്യുന്നുണ്ട്. ഇപ്പൊ എത്ര എൻ ജി ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഞാൻ സീറോ. എന്തുകൊണ്ട് ആ ഒരു സ്റ്റേജിലോട്ട് പോയി? എന്തുകൊണ്ട് ബ്ലോക്ക് ഔട്ട് കഴിഞ്ഞു ലാസ്റ്റ് ബ്ലോക്ക് ഔട്ട് വന്നില്ലേ? എന്തുകൊണ്ട് ഇപ്പോ പാർട്ട് ടൈം ഉണ്ടായിരുന്നു, മിനി ജോബ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് എല്ലാം നിർത്തി ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു? എന്റെ മെയിൻ ഗോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹസ്ബൻഡിനെ കൊണ്ടുവരാന്നുള്ളായിരുന്നു. പുള്ളി വന്നു. അപ്പൊ നമുക്ക് ഇപ്പം എന്റെ ഒരു പെർക്ക് എന്തെന്ന് വെച്ചാൽ, അതായത് എന്റെ ഫാമിലിയിൽ തന്നെ ഇപ്പം
ഇപ്പം എനിക്ക് എന്റെ എന്ന് പറയാൻ ഒരാളാണല്ലോ കൂടെ ഉള്ളത്. അതെ. അപ്പം എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ആണ് എനിക്ക്. അടാ അങ്ങനെയല്ല, നിന്നെ പണിയെടുപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? പക്ഷെ കാര്യം പറയുമ്പോ മസാല പറ്റില്ല. പഠിച്ചിട്ട് വേണം ഞങ്ങളെ ജോലിക്ക് അതിനുവേണ്ടി എനിക്കൊരു ജോലി വേണം. ഈ ജോലിക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പാർട്ട് ടൈം പോയി ആപ്ലിക്കേഷൻ അപ്പൊ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം, ആപ്ലിക്കേഷൻസ് ഇടണം. പിന്നെ ആക്ച്വലി ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ജോലി നിർത്തിയത് കേട്ടോ. ഇതൊക്കെ ആ ജോലി നിർത്തിയ പോയിന്റിൽ പിന്നെ ഒരു റീസൺ ആക്കി എടുത്തതാണ്. മെയിൻ ആയിട്ട് ഞാൻ ജോലി നിർത്തിയത് കുറച്ച് ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ആ മാനേജ്മെന്റായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിനുമാണ് ഞാൻ അന്ന് നിർത്താന്ന് വിചാരിച്ചത്. പക്ഷെ അത് പിന്നീട് നല്ലതായി തോന്നി അല്ലേ? എന്തോ പിന്നീട് അത് നന്നായി തോന്നുന്നൊരു ഓപ്ഷൻ. കറക്റ്റ് ഞാൻ ഇറങ്ങിയത് എന്റെ എക്സാമിന്റെ ടൈമിലായിരുന്നു, നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം ടൈമിലായിരുന്നു. അപ്പം ഞാൻ വേറൊരു പാർട്ട് ടൈമിൽ പോയി ചേർന്നാലും എനിക്ക് ചെന്നിട്ട് പറയാൻ പറ്റില്ല എനിക്ക് എക്സാംസ് ഉണ്ട്, അപ്പോൾ ഈ ഡേയ്സിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ആദ്യമേ പറഞ്ഞവരെ മുഷിപ്പിക്കാൻ പറ്റത്തില്ല. അതെ, ഒരു മിനിറ്റ്. അതുകൊണ്ടാണ് ഞാൻ അപ്പം നോക്കാഞ്ഞത്. ഇപ്പം ഞാൻ ഒരു ഡിലേ അടിക്കുന്നത്, ഞാനിപ്പം ജർമ്മൻ ഡെയിലി ക്ലാസ്സസിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തു VHS. അത് സെപ്റ്റംബർ 10 മുതൽ എൻ്റെ ക്ലാസ് തുടങ്ങുക. 82.1 ക്ലാസ് തുടങ്ങുക. അപ്പോഴത്തേക്കും ഞാൻ അതൊരു ഗ്യാപ്പാണല്ലോ, ഒരു 1 മന്ത് ഗ്യാപ്പ്. അപ്പം ഈ 1 മന്ത് ഗ്യാപ്പ് ഞാൻ ജോലിക്ക് കയറണോ അതോ ഞാൻ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻസും വിട്ട് ഏമണ്ണൊക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്ന രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ഞാൻ ചെയ്ത പ്രോസസ് എനിക്ക് ഞാൻ വന്നപ്പോ എനിക്ക് നമ്മൾ കുറെ നമ്മൾ കളിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇതിനി ലാസ്റ്റ് കളിയാണെന്നുള്ളൊരു ഇതിൽ ഞാൻ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിനി എനിക്ക് എങ്ങോട്ടാണ് എന്നുള്ള ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നു, അല്ല ഇല്ലായിരുന്നു, എന്താണോ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിലെനിക്ക് ചാൻസ് എടുക്കണ്ടെന്നുണ്ടായിരുന്നു. ഞാൻ ജർമ്മൻ പഠിച്ചത് ഒരു വളഞ്ഞ വള്ളിക്കെട്ട് വഴിയിലൂടെ ഞാൻ പഠിച്ചത്. അപ്പോ ഞാൻ പറയുന്നത്, ഞാൻ വന്നു A1 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നു ഞാൻ A1 നോട്ട്സ് കംപ്ലീറ്റ് സ്കാൻ കോപ്പി എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ A1 നോട്ട്സ് ഒന്നുകൂടി ഞാൻ റീറൈറ്റ് ചെയ്തു. A1 നോട്ട്സ് അതെന്റെ ഫസ്റ്റ് ഞാൻ ജമ്മു പഠിക്കാൻ പോയി ഞാൻ നിർത്തി. എന്റെ നോട്ടുണ്ട്, കടം തരാലോ. അല്ല നമുക്ക് A1 തന്നെ നിങ്ങൾക്ക് ഉണ്ടല്ലോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ജർമ്മൻ A1 അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ജർമ്മൻ A1 അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് A1 എന്താണെന്ന് അറിയാം, മനസ്സിലായോ? പക്ഷെ അത് യൂസ് ചെയ്യാൻ അറിയില്ല, അതാണ് പ്രശ്നം. നിനക്ക് A1 അറിയാം, ഇത് എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചെന്നാ ഇത് A1 ടോപ്പിക് അല്ലേ, അത്ര അറിയുള്ളൂ. പക്ഷെ എനിക്ക് A1 സംസാരിക്കാൻ അറിയണ്ടാവില്ല ഇപ്പോഴും. അതെ, അപ്പൊ എന്താ വെച്ചാൽ A1 റിവൈസ് ചെയ്യുക. A1 എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര നിസ്സാരമാക്കി കാണും, പക്ഷെ A1 ഫൗണ്ടേഷനാണ്, തറക്കല്ലാണ്. അത് സ്ട്രോങ് ആയില്ല എന്നുണ്ടെങ്കിൽ എത്ര ബിൽഡ് ചെയ്ത് പോയാലും അവസാനം എത്തുമ്പോൾ അത് വീഴും. അപ്പൊ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മന്ത് ബേസ് അടിപൊളിയാക്കുക, ഒരു 100 വെർബെങ്കിലും പഠിച്ചു വെക്കുക. ദെൻ A2 പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരേണ്ട കാര്യം ഉണ്ടാവില്ല, ഒറ്റ വട്ടം പഠിച്ചാൽ മതി. അതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. വെർത്താണോ ജർമ്മനി? നമ്മളിപ്പോ ഏത് കൺട്രി പോയാലും ഞാൻ വിശ്വസിക്കുന്ന ആദ്യത്തെ ഒരു 2-3 ഇയേഴ്സ് നമ്മൾ എന്തായാലും സ്ട്രഗിൾ ചെയ്യണം. കാരണം നമ്മളെല്ലാം മാറിയിട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് വരുവാണ്. അവിടുത്തെ കൾച്ചറായിട്ട് നമ്മൾ സിങ്ക് ആവണം. പിന്നെ പുതിയൊരു ജോലിയിൽ ലാൻഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം നമ്മളെ പോലെ ഒത്തിരി പേര് ഇതേ സിറ്റുവേഷനിൽ ഇത് ജോലിക്ക് പരിധിയില്ലേ, ഓപ്പണിങ്സിനൊക്കെ. അപ്പൊ നമ്മുടെ ലക്കും കൂടെ നോക്കാം, തുടർന്ന് കാണാലോ. 4 മാസം കഴിഞ്ഞിട്ട് സുസ്മീൻ ഒന്നുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യണം. ജർമ്മനിയുടെ ആസ്ഥാന ഭക്ഷണമായ റൊട്ടിയും ബ്രോഡ്, കേരളത്തിന്റെ തനതായ പാരമ്പര്യമായ കുരുമുളക് ഇട്ട് നല്ല അടിപൊളിയായിട്ട് വരട്ടി അടിപൊളി സാധനം. സൂപ്പർ ലഗ.
Bye bye.